ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വായനാദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ജൂൺ 19. 2. വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. 4. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ആൻസർ PN പണിക്കർ. 5. വായനാ വാരം സാധാരണയായി ആചരിക്കുന്നത് ഏത് കാലയളവിലാണ്? ജൂൺ 19 മുതൽ 25 വരെ. 6. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്ത് വിളിക്കുന്നു? ഗ്രന്ഥശാല അല്ലെങ്കിൽ ലൈബ്രറി. ഒരു പുസ്തകം എഴുതുന്നയാളെ എന്ത് വിളിക്കുന്നു? രചയിതാവ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ആൻസർ കുന്തലത. 9. കുന്തലതയുടെ രചയിതാവ് ആര്? അപ്പു നെടുങ്ങാടി. 10. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏതാണ്? ആൻസർ ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? O. ചന്തുമേനോൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏത്? എറണാകുളം. 13. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏത്? ആൻസർ കേരളം. 14. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഏപ്രിൽ 23. മക്കളെ, ഏപ്രിൽ 23 ലോക പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനവും മരണദിനവുമാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. 15. ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? യുനെസ്കോ. 16. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 17. എൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആര്? കമലാദാസ്. ഇംഗ്ലീഷിൽ കഥകളും കവിതകളും എഴുതുമ്പോഴാണ് അവർ കമലാദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തിൽ കഥകൾ എഴുതുന്നത് മാധവിക്കുട്ടി എന്ന പേരിലാണ്. 16. മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ കുമാരനാശാൻ. 19. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ വള്ളത്തോൾ. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്തെഴുത്തച്ഛൻ. 21. മലയാളത്തിലെ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ്? സാംക്ഷേപ വേദാർത്ഥം. 22. വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? ആൻസർ അറിവ്. 23. കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമ പ്രസിദ്ധീകരിക്കുന്നത് ആര്? മലയാള മനോരമ. മലയാള മനോരമ സ്ഥാപിച്ചതാര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 25. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗ്രന്ഥശാല ഏതാണ്? ആൻസർ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. 26. ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയെ എന്തു വിളിക്കുന്നു? കവർ. പുസ്തകത്തിലെ ഉള്ളടക്ക പട്ടികയെ എന്തു വിളിക്കുന്നു? സൂചിക. 28. പുസ്തകത്തിലെ ഓരോ ഭാഗത്തെയും എന്തു വിളിക്കുന്നു? അധ്യായം. കഥകൾ എഴുതുന്നയാളെ കഥാകൃത്ത് എന്ന് വിളിക്കുന്നു. കവിതകൾ എഴുതുന്നയാളെ കവി എന്ന് വിളിക്കുന്നു. 31. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല എവിടെയാണ്? ആൻസർ കൊൽക്കട്ട. 2. ദേശീയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വെസ്റ്റ് ബംഗാൾ. 33. മലയാളത്തിലെ ആദ്യ പത്രം ഏതാണ്? ആൻസർ രാജസമാചാരം. 34. രാജസമാചാരം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1847. 35. മലയാളത്തിലെ ആദ്യ ബാലസാഹിത്യകാരൻ ആര്? കുഞ്ഞുണ്ണി മാഷ്. 36. ഓടക്കുഴൽ എഴുതിയതാര്? ആൻസർ G. ശങ്കരക്കുറുപ്പ്. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാരം എന്താണെന്ന് മക്കൾക്കറിയാലോ അല്ലേ? ഇന്ത്യ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. ആദ്യമായി ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിനാണ്.
മക്കളെ കണക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ മക്കൾക്ക് അക്ഷരമുറ്റം, CH പ്രതിഭ ക്വിസ്, സ്വദേശ് മിക ക്വിസ്, ലിറ്റിൽ സ്കോളർ ഇങ്ങനത്തെ ക്വിസിനൊക്കെ എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ കറണ്ട് അഫേഴ്സ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുണ്ടാവും. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നൽകുന്നുണ്ട്. ഇനി അടുത്ത ക്വിസ് ഏതാണെന്ന് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത നമുക്ക് ജൂലൈ 21 ചാന്ദ്രദിന ക്വിസാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ വിടാം. 37 ജ്ഞാനപീഠ നേടിയ ആദ്യ മലയാളി നമ്മൾ പറഞ്ഞു അല്ലേ, ജി ശങ്കരക്കുറുപ്പ്. 38 വായനാശീലം വളർത്താൻ സഹായിക്കുന്ന പ്രധാന സ്ഥാപനം ഏത്? ആൻസർ ഗ്രന്ഥശാല. പുസ്തകങ്ങൾ വാങ്ങുന്ന സ്ഥലത്തെ എന്തു വിളിക്കുന്നു? പുസ്തകശാല. 40 ഈ ബുക്ക് എന്നത് എന്താണ്? ഇലക്ട്രോണിക് രൂപത്തിലുള്ള പുസ്തകം. 41 പുസ്തകം വായിക്കുന്നയാളെ എന്തു വിളിക്കുന്നു? വായനക്കാരൻ. വായനയിലൂടെ വളരുന്ന പ്രധാന കഴിവേത്? ഭാഷാ കഴിവ്. 43 കേരളത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥശാലകളിൽ ഒന്നായ തൃപ്പൂണിത്തുറ ഗ്രന്ഥശാല ഏത് ജില്ലയിലാണ്? ആൻസർ എറണാകുളം. 44 മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആര്? CP പള്ളിപ്പുറം. 45 ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ബെന്യാമിൻ. ഒരു ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങൾ കടം വാങ്ങുന്നതിനുള്ള കാർഡ് എന്താണ്? ലൈബ്രറി കാർഡ്. വായനാ വാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വായനാശീലം വളർത്തുക. 8 കുട്ടികൾ ദിവസവും ചെയ്യേണ്ട നല്ല ശീലം ഏത്? വായന. 49 അറിവിൻ്റെ വലിയ ഉറവിടം എന്താണ്? പുസ്തകങ്ങൾ. 50 വായന മനുഷ്യനെ എന്താക്കുന്നു? അറിവുള്ളവനാക്കുന്നു. 51 ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ കുമാരനാശാൻ. 52 ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ C ഗോവിന്ദ വിശാരടി. തോപ്പിൽ ബാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഭാസ്കരൻ പിള്ള. 54 ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ M മുകുന്ദൻ. 55 നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ P കുഞ്ഞിരാമൻ നായർ. അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ അല്ലേ? 56 പ്രേമലേഖനം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. 57 കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട വ്യക്തി? ആൻസർ PN പണിക്കർ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ആൻസർ സുഗതകുമാരി. 59 കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരെന്ത്? ആൻസർ നാഷണൽ ബുക്ക് സ്റ്റാൾ. 60 മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. 61 ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. 62 ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? ആൻസർ P സച്ചിദാനന്ദൻ. 63 ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ MT വാസുദേവൻ നായർ. 64 മലയാള ഭാഷയുടെ പിതാവ് ആര്? ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 65 ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏത്? ആൻസർ ഹോർത്തോസ് മലബാറിക്കസ്. 66 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. 67 മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത്? രാമചന്ദ്രവിലാസം. ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആര്? ആൻസർ SK പൊറ്റക്കാട്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടേതാണ് ഈ വരികൾ? ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അവസാനമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 ഇനി കുറച്ച് ആനുകാലിക ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ
ഈ സന്തോഷ് കുമാറിന്. ഏത് കൃതിക്കാണ് സന്തോഷ് കുമാറിന് വയലാർ അവാർഡ് ലഭിച്ചത്? ആൻസർ തപോമയിയുടെ അച്ഛൻ. 72. 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ KG ശങ്കരൻ പിള്ള. 73. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ EP രാജഗോപാലൻ. ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? ആൻസർ ഉൾക്കഥ. 2025 ONV പുരസ്കാരം നേടിയതാര്? ആൻസർ പ്രഭാവർമ്മ. ഓക്കെ മക്കളെ, മക്കൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാ ക്വിസ് വീഡിയോസിനും പുറമെ നമ്മുടെ ചാനലിലൂടെ LSS USS ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.